ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ റീസെൻ്റായിട്ട് ആമസോണിൽ നിന്ന് ഒരു ജേണൽ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ ഹാപ്പി ആക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഹാപ്പി ആയിട്ടുള്ള ഓരോ മൂമെൻറ്റ്സിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കാനും പിന്നെ ആ മൂമെൻറ്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൈ ജേണൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബുക്ക് നമുക്ക് മൈ ജേണൽ എന്നുള്ളൊരു തീമിലേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പേജും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ജേണൽ ബുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഇതേ പറഞ്ഞല്ലോ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 395 ആ ഒരു റേഞ്ചിലാട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് സ്മാർട്ട് സൈസ് എന്നാട്ടോ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ഇലാസ്റ്റിക് ക്ലോഷർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ബാക്കിലൊരു പോക്കറ്റ്, ഒരു എൻവലപ്പ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇത് വരുന്നുണ്ട്. പിന്നെ 2 ബുക്ക് മാർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കളറിൽ വരുന്ന 2 ബുക്ക് മാർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പേജസ് 192 പേജസ് ആണ്. 80 GSM ആണ് കേട്ടോ അതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബുക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിനിമൽ ആയിട്ടുള്ളൊരു ക്യൂട്ട് എസ്തെറ്റിക് തീമായിട്ടോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ ഫ്രീ ഹാൻഡായിട്ട് കീറിയിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഗ്രിഡ് പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. അതായത് എങ്ങനെയുണ്ട്, ഏത് സ്റ്റിക്കറാണ് ഇവിടെ വെച്ചാൽ ഭംഗിയല്ലല്ലേ, ഏത് സ്റ്റിക്കറാണ് ഇവിടെ വെച്ചിട്ട് ഭംഗിയില്ലാത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാതും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും, എന്നാൽ ചിലപ്പോൾ എന്ത് വെച്ചാലും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യം ഇതുപോലൊക്കെ ഒന്നിങ്ങനെ വെച്ച് നോക്കും, എന്നിട്ട് ചിലപ്പോൾ ഫോട്ടോ എടുക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പിന്നെ ഫോട്ടോ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ എങ്ങനെയാണോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാറാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്ത് പശത്തിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ചെയ്ത്. ഇതൊക്കെ ഞാൻ ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് എടുത്തത്. എൻ്റെ കയ്യിൽ പ്രിൻ്റർ ഉണ്ട് വീട്ടിൽ, അപ്പോൾ ഞാൻ അതിൽ തന്നെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റിക്കേഴ്സും പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വെള്ളം പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് വല്ലാണ്ട് ഹെവി ആയിട്ട് ചെയ്യാൻ എനിക്കെന്തോ വലിയൊരു താല്പര്യമല്ല. എന്നിട്ട് ഞാൻ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഡൂഡിൽസ്, എനിക്ക് ഡൂഡിൽസ് ഒന്നും വരക്കാൻ വലിയൊരു ഐഡിയ അല്ല, ഇതുള്ള ഐഡിയ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാതെ വിചാരിച്ചിട്ട് അങ്ങനെ വരച്ചു കൊടുത്തതാണ്. പിന്നെ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ സ്റ്റിക്കറും കൂടി ഞാൻ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇതിൽ ഞാൻ അതായത് ഇപ്പോൾ മൈ ജേണലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് എന്താ പറയുക, അങ്ങനെ അതായത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു തീമിലുള്ള ഡിസൈൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇതിലധികം ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫുഡിൻ്റെ ജേണലൊന്നും അല്ലല്ലോ, ഇത് മൈ ജേണലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആട്ടോ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കവർ പേജ്. ഇനി ഇതിൽ മൈ ജേണലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ മൈ ജേണൽ എന്നുള്ളതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, എൻ്റെ കയ്യിലൊരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡൈ കട്ട് മെഷീനിൽ വെച്ചിട്ട് ഇതുപോലെ ആൽഫബറ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ കാണുന്ന ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. കാരണം നമ്മൾ എപ്പോഴും അത് തുറക്കുമ്പോഴാദ്യം അതാണല്ലോ കാണുക. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ നമ്മൾ എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്രിഡ് പേപ്പർ അവിടെ ഒട്ടിച്ചു കൊടുത്തു. അത് ഞാൻ എൻ്റെ പേര് പെന്നുകൊണ്ട് എഴുതി കൊടുത്തു, പക്ഷെ അത് ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് ഗ്രിഡ് പേപ്പർ ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് കീറി എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പേര് ഷെന്ന എന്നുള്ളതും കൂടെ ഞാൻ അവിടെ ഇതുപോലത്തെ ഒരു ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ട്, സ്റ്റിക്കേഴ്സ് അല്ല ഡൈ കട്ട്സ് ആയിരുന്നു അത് ആക്ച്വലി. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീഷോന്ന് ഒരു സ്റ്റിക്കർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതുപോലെ അവിടെ വേണ്ടിയൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ എന്താ പറയുക പ്രൊഫൈൽ പിക്ചറും കൂടെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫോട്ടോ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടായിട്ട് ഞാൻ ഈ ഫോട്ടോ വെച്ച് ഇതൊക്കെ ഒന്നാമത് ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയ്ക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നല്ല ഭംഗിയിൽ കിട്ടിയ ഫോട്ടോ ആയിരുന്നു. മറ്റേ ഞാൻ എപ്പോൾ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ തമ്മനയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എത്ര എടുത്ത് കഴിഞ്ഞാൽ വൃത്തിയാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം വരും കേട്ടോ. പക്ഷേ ഈ ഫോട്ടോ ഞാൻ 1-2 ക്ലിക്ക് അത് ഞാൻ രാത്രി പിടിച്ചിട്ട് എപ്പോഴോ 9-9:30 ടൈം ആയിട്ടുണ്ട്. എൻ്റെ ഫുഡ് കഴിക്കാൻ താഴെ മുമ്പ് അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതായത് തമ്മനയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഫോട്ടോ വെച്ച് കൊടുത്താൽ നന്നാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു ഫോട്ടോ എടുത്തേ. പക്ഷേ അത് 2-3 എന്താ പറയുക ഫോട്ടോസ് ഒറ്റ ക്ലിക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്രണ്ട് പേജ്. പിന്നെ ഞാൻ കുറച്ച് ഡൂഡിൽസ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സർക്കിൾ സ്റ്റിക്കറും കൂടെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ മൈ ജേണലിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ കവർ പേജും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ എന്താ പറയുക, എൻ്റെ കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട് ഈ ഇയറിൽ. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ലണ്ടനിൽ പോയതും സ്കോട്ട്ലാൻഡ് പോയതും അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള കുറേ ഹാപ്പി മൊമെൻറ്റ്സ്, ഫാമിലീൻ്റെ കൂടെയുള്ള കുറേ ഹാപ്പി മൊമെൻറ്റ്സ്, അതായത് ലണ്ടനിലെ ഫാമിലീൻ്റെ കൂടെയുള്ള ഹാപ്പി മൊമെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഇതിൽ ഒട്ടിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലും കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ ഇതിൽ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.